ഹലോ, എല്ലാവർക്കും ഹയ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടാലോ. 2 ദിവസം മുമ്പേ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ ഇടാനൊന്ന് വൈകിയിട്ടുണ്ട്. നമുക്ക് എന്നാലും ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റം വേണമെന്നുള്ളത് നോക്കിയാലോ. നമ്മളെപ്പോഴും വീഡിയോ ഇടുന്നതാണ് ഫേസ് വാഷ് ഉണ്ടാക്കുന്നതിൻ്റെ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പം ശംഖുപുഷ്പം ഇല്ലാതെ നിൽക്കുന്ന ഒരു വീടുകളും ഉണ്ടാകത്തില്ല. കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോരുത്തരും വീടുകളിൽ ശംഖുപുഷ്പം തൈ വെച്ച് പിടിപ്പിച്ച് പൂ പറിച്ച് ഉണക്കി സൂക്ഷിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം പൂവുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത പാത്രത്തിലേക്ക് ഒരു 1.5 ലിറ്റർ ഡിസ്റ്റിലറി വാട്ടറാണ് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്കാണ് നമ്മൾ നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സമയം ഇതൊന്ന് ഈ വെള്ളത്തിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ പൂവിൻ്റെ കളറ് നമുക്കിതിനകത്തേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പൂ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല കട്ടിയിലുള്ള കളർ കിട്ടും. ഒരു തരി പോലും നമുക്ക് ഫുഡ് കളറോ കെമിക്കൽ കളറോ ആഡ് ചെയ്യാതെ നല്ല നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷാണിത്. അതോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അനുഭവിച്ചറിയണം. അത്രയും നല്ലൊരു ഫീലും നല്ലൊരു ഫ്രഷ്നെസ്സുമാണ് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ വെള്ളം ആ ഒരു കളർ ഇളകി കിട്ടിയേക്കുന്നത് നോക്കിക്കോണം നിങ്ങൾ. എത്ര നല്ല തിക്കായിട്ടുള്ള കളറിലാണ് നമുക്കിത് കിട്ടിയെന്നുള്ളത്. ഇത്രയും നല്ലൊരു കളറിൽ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് തന്നെ ഭയങ്കര ഒരു കുളിർമയാണ്. കാരണം നമുക്ക് ഒരു ഫ്ലവർ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഉള്ള കളറും ആ വെള്ളത്തിൽ അത് കിടന്ന് ഇത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഒരു കളറും കണ്ടോ. നാച്ചുറലായിട്ടുള്ള കിട്ടുന്ന കളേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമാണത്. ഇപ്പോൾ ടോട്ടലി കിട്ടിയത് ഒരു 1.5 ലിറ്റർ വെച്ചപ്പോൾ തന്നെ നമുക്കതൊരു 1.25 ലിറ്ററോളം ആയിട്ട് നമുക്ക് ആ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരു 600 ഗ്രാം 700 ഗ്രാം ടോട്ടലി ഒരു 700 ഗ്രാമാണ് ആദ്യം ഞാൻ എടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ബീക്കറിനകത്ത് അളന്നെടുത്തിട്ട് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സൾഫർ പാരബൺ ഫ്രീ ആയിട്ട് വരുന്ന നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് തന്നെ ഫേസ് വാഷ് ബേസാണ് നമ്മൾ ഈ ഒരു ലിക്വിഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്ററാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. കറക്റ്റ് 1 ലിറ്ററിനകത്ത് 1 ലിറ്റർ ഫേസ് വാഷ് ബേസിനകത്തേക്ക് നമുക്കൊരു 700 ഗ്രാമാണ് നമ്മളുടെ അടുത്ത് ജ്യൂസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്യുന്നതോറും അതിന് കട്ടി കൂടി വരുന്നുണ്ട്, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്തുള്ള ആ തിക്നെസ് നല്ല തിക്കായി വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് തിക്നെസ് കൂടുതലാണെന്ന് കണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു ലിക്വിഡ് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം 1.5 ലിറ്റർ വെള്ളത്തിലായിരുന്നു നമ്മളിത് തിളപ്പിച്ചെടുത്ത് കിട്ടിയ ആ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയും അതേപോലെ തന്നെ ഹയ ഓർഗാനിക്കിൻ്റെ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വൈറ്റമിൻ ഇ ഒരു 1/4 ടീസ്പൂണോളമാണ് നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിളിൻ്റെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഹയ ഓർഗാനിക്കിൽ തന്നെ നമുക്ക് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. നമ്മുടെ റോ മെറ്റീരിയൽ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഫേസ് വാഷ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫേസ് വാഷ് ബേസ്, DM വാട്ടർ, വെജിറ്റബിൾ ഗ്ലിസറിന്, വൈറ്റമിൻ ഇ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ലിക്വിഡും അവൈലബിൾ ആണ്. ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാനും സോപ്പ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഐറ്റമാണ്. അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യാം, വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇയും വെജിറ്റബിൾ ഗ്ലിസറിൻ 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് സ്മെല്ലാണ് വേണ്ടത്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ഫ്രാഗ്രൻസ് ഏതാ ഉപയോഗിക്കുന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പം ഫ്രാഗ്രൻസ് ഓയിലാണ്. ശംഖുപുഷ്പം ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഹയ ഓർഗാനിക്കിൻ്റെത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്ന ഡ്രോപ്സ്. ഈ ഒരു ബോട്ടിൽസിൽ 25 ml ആണ് വരുന്നത്. ഈ ഒരു ബോട്ടിലിൽ നിന്ന് നമ്മൾ അത് മൊത്തത്തിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് നമ്മൾ ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ടൊന്നും ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കരുത്. മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിക്കാവുള്ളൂ. നല്ല കമ്പനി ഫ്രാഗ്രൻസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. നമുക്ക് ഈ ഒരു ഹെയർ ഓർഗാനിക്കിൻ്റെ ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല സ്മെല്ലായിരിക്കും. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ഷെയ്മാസ് വേൾഡിലും അതുപോലെ തന്നെ ഹയ ഓർഗാനിക്കിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസാണ് ഓരോ പ്രാവശ്യവും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രമല്ല ഇടുന്നത്, നമ്മൾ ഫുള്ളായിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസാണ്. ഇപ്പം നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു സ്ട്രെച്ചറിലല്ല ഇപ്പോൾ ഉള്ളത്. നമുക്ക് കുറച്ച് സമയം നമ്മൾ അതിനെ വെയിറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 6 മണിക്കൂറോളം നമ്മളത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫേസ് വാഷിൻ്റെ ആ ഒരു രീതി തന്നെ മാറി. കണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സും ആ ഒരു കളറും എല്ലാം കറക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും നമ്മുടെ ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ്സിലേക്കാണ് നമുക്ക് ഫേസ് വാഷ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അത് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോട്ടിലേക്ക് ഒഴിക്കണം. അപ്പോൾ 100 ഗ്രാമിൻ്റെ അത് 100 ml ബോട്ടിലാണ്. ആ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് തിക്നെസ്, എന്ത് സുഖമാണ് അല്ലേ കാണാൻ. അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് വാഷ് നല്ല കളറിൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു തരി അല്ലെ ഒരു തുള്ളി ഫുഡ് കളറോ കെമിക്കൽ കളറോ ആഡ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവറിൽ നിന്നും നമുക്ക് ഇത്രയും നല്ല കളറിലും നല്ല ഗുണത്തിലും നമുക്ക് നമ്മുടെ ഫേസ് വാഷ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് വാഷാണിത്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു സ്ട്രെച്ചർ തന്നെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുഖത്തടിച്ച ടാനും വെയിൽ കൊണ്ടിട്ടുള്ള ടാനുകളൊക്കെ അതുപോലെ പിമ്പിൾസ് ഇതെല്ലാം മാറി നല്ല രീതിയിൽ കിട്ടും. ഇതിൻ്റെ തന്നെ നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 രീതിയിൽ ഉണ്ടാക്കിയ വീഡിയോസും നമ്മൾ ഷെയ്മാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോവേര ചേർത്തിട്ടും വിത്തൗട്ട് അലോവേരയായിട്ടും ചേർത്ത്. ഇതിപ്പോൾ വിത്തൗട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശംഖുപുഷ്പം ഫേസ് വാഷ് വിത്തൗട്ട് അലോവേരയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിത്ത് അലോവേരയിൽ ചെയ്ത വീഡിയോസും നമ്മൾ ഷെയ്മാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിലേക്കൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, എന്താ സൂപ്പറായിട്ടുണ്ട് അല്ലേ. ആരും ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഫേസ് വാഷുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകണ്ട ലൈക്ക് ചെയ്യാൻ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.